ഉരുൾപൊട്ടലിൽ 8 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപകട സ്ഥലത്തേക്ക് എത്താൻ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴും മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യാൻ ശ്രമിക്കും എന്ന് തന്നെ റവന്യൂ മന്ത്രി പറയുന്നു. 8 പേർ മരിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്നത് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം ഒറ്റപ്പെട്ടിരിക്കുന്നു പ്രദേശം. രക്ഷാസൈന്യം, രക്ഷാദൗത്യം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. 2 സംഘങ്ങളായി NDRFന്റെ രക്ഷാദൗത്യം തുടരുന്നുണ്ട്. കമൽ അവിടെ നിന്നും തുടരുകയാണ്. ഇപ്പോഴും കമൽ, 8 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഏറ്റവും പുതിയത് നൽകാനുള്ളത് എന്തൊക്കെയാണ്? മോത്തി, 8 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത് ചൂരൽമല ഭാഗത്തു നിന്ന് തന്നെയാണ്. മുണ്ടക്കയിലെ വിവരങ്ങൾ നമുക്ക് ഇപ്പോഴും ലഭ്യമല്ല. വളരെ ചെറിയ രീതിയിൽ ഒരു ആശ്വാസം നൽകുന്ന കാര്യം, ഇപ്പോൾ മുൻ MLA CK ശശീന്ദ്രനും ഞാനും ഒരുമിച്ചാണ് അവിടെ നിന്ന് വെള്ളാർമല സ്കൂളിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ വീണ്ടും ഓടി മാറുകയായിരുന്നു. മലവെള്ളം വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളിൽ, ഈ ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ ആളുകൾ സേഫാണ് എന്നാണ് ഇതുവരെയുള്ള ഒരു വിവരം. ആക്സസ് ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഉള്ളത് എന്നൊരു ആശ്വാസകരമായ കാര്യം അദ്ദേഹം പങ്കുവയ്ക്കുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. പക്ഷെ ചൂരൽമലയിൽ നിന്ന് തന്നെ ആണ് ഇതുവരെ മരണങ്ങളൊക്കെ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. 4 മൃതദേഹങ്ങൾ ആദ്യം കണ്ടെടുത്തു. ഇപ്പോൾ മോത്തി പറഞ്ഞതുപോലെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടു. പക്ഷെ അത് സ്ഥിരീകരിക്കാത്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ നമ്പർ പറയാതിരുന്നത്. എനിക്ക് 5 മരണമാണ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ വെള്ളാർമല സ്കൂളിന് സമീപത്ത് വീണ്ടും മലവെള്ളം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഓടി മാറുകയായിരുന്നു രക്ഷാപ്രവർത്തകരുടെ കൂടെ. ഇപ്പോൾ ഈ ചൂരൽമലയിലെ ഈ പുഴ അല്ലാതെ അതിനിപ്പുറത്തൊരു ചെറിയ തോട് ഒഴുകുന്നുണ്ട്. ആ തോട്